നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് സാധാരണക്കാരുടെ ചിട്ടിയായിട്ടുള്ള മാസം 5000 രൂപ വെച്ചിട്ട് 40 മാസം അടയ്ക്കുന്ന 2 ലക്ഷം ചിട്ടിയുടെ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അതിന് മുന്നോടിയായിട്ട് ഞാൻ ഒരു ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് വീട് വെക്കാൻ പറ്റിയ ചിട്ടി ഏതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വീഡിയോ ചെയ്തത്. അത് നമ്മുടെ മുന്നേ ചെയ്ത വീഡിയോയിൽ കമൻറ്റ് ചെയ്താണ്. വിനു എന്ന് പറഞ്ഞൊരു അദ്ദേഹം കമൻറ്റ് ചെയ്താണ്. അതായത് വീട് വെക്കാൻ പറ്റിയ ചിട്ടി ഏതാണെന്ന് ചോദിച്ചിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വന്നൊരു കമൻ്റാണ് കേട്ടോ. അൻഷാദ് റാവുത്തർ എന്ന് പറഞ്ഞൊരു വ്യക്തി അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്, അതായത് വീട് വെക്കാൻ ചിട്ടിയല്ല വേണ്ടത്, ചട്ടിയാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം കമൻറ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം എന്ത് അർത്ഥത്തിലാണത് കമൻറ്റ് ചെയ്ത് എന്ന് എനിക്കറിയില്ല. കാരണം ചട്ടി ഉപയോഗിച്ചുകൊണ്ട് വീട് വെക്കും എന്നുള്ള കാര്യം ഈ അൻഷാദിന് മാത്രമേ അറിയുള്ളൂ. കാരണം അൻഷാദൊക്കെ വീട് പണിതിരിക്കുന്നത് ചിലപ്പോൾ ചട്ടി ഉപയോഗിച്ചിട്ടായിരിക്കും. അത് എങ്ങനെയാണ് എന്നുള്ളതൊന്ന് വ്യക്തമാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്നവർക്കും കൂടി ഉപകാരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അൻഷാദ് ഒരു കമൻറ്റ് ചെയ്യുന്ന സമയത്ത് ലോജിക്കായിട്ടുള്ള കമൻറ്റുകൾ ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള കമൻറ്റ് ചെയ്തുകൊണ്ട് താങ്കൾക്കൊന്നും അതിൽ നിന്ന് ലഭിക്കാനില്ലല്ലോ. അതുപോലെ തന്നെ ചട്ടി ഉപയോഗിച്ചാണ് താങ്കൾ വീട് വെച്ചിരിക്കുന്നതെങ്കിൽ അതെങ്ങനെയാണെന്നുള്ളതും കൂടി ഒന്ന് വ്യക്തമാക്കിയ അത് മറ്റുള്ളവർക്കും കൂടി ഒരു പ്രയോജനകരം ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അത് വിടുക. പല ആളുകളും പല രീതിയിലുള്ള കമന്റുകളും ചെയ്യും. അവന്റെ മനസ്സിൽ എന്ത് ഉദ്ദേശത്തിലാണ് അങ്ങനെ കമന്റ് ചെയ്യുന്നത് അത് അവർക്ക് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ കമന്റ് ചെയ്യുന്ന ആളുകളെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാറില്ല. എങ്കിലും നമ്മൾ ആ ചട്ടി ഉപയോഗിച്ചാണ് വീട് വെക്കേണ്ടത് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് അത് നമ്മൾ എടുത്ത് പറയാൻ കാരണം. അത് നമുക്ക് സാധാരണക്കാരുടെ 2 ലക്ഷം ചിട്ടിയുടെ ഒരു ബേസിക് ഇൻഫർമേഷൻ നമുക്കറിയാം. KSFE ഏകദേശം എല്ലാ ശാഖകളിലും ചെയ്യുന്ന ചിട്ടിയാണ് ഈ 2 ലക്ഷത്തിന്റെ ചിട്ടി. 5000 രൂപ വെച്ചിട്ട് 40 മാസം അടയ്ക്കുന്ന 2 ലക്ഷത്തിന്റെ ചിട്ടിയുണ്ട്. അതുപോലെ തന്നെ 5000 വെച്ചിട്ട് 60 മാസം അടയ്ക്കുന്ന 3 ലക്ഷത്തിന്റെ ചിട്ടിയുണ്ട്. അപ്പൊ നമ്മൾക്ക് ഒരു 5000 രൂപ വെച്ച് മാറ്റി വെക്കാൻ കഴിയുമെങ്കിൽ 2 ലക്ഷം, 3 ലക്ഷം, 5 ലക്ഷം അങ്ങനെ പല തരത്തിലുള്ള ചിട്ടികളുണ്ട്. കാരണം 5000 രൂപ വെച്ച് 40 മാസം അടയ്ക്കുന്ന 2 ലക്ഷം, അതുപോലെ തന്നെ 5000 രൂപ വെച്ചിട്ട് 60 മാസം അടയ്ക്കുന്ന 3 ലക്ഷം, പിന്നെ അതുപോലെ തന്നെ 5000 വെച്ചിട്ട് 100 മാസം അടയ്ക്കുന്ന 5 ലക്ഷം, അങ്ങനെ പല തരത്തിലുള്ള പല സലയിലുള്ള ചിട്ടികളുണ്ട്. അപ്പൊ നമ്മൾ മാസം അടവ് ഏകദേശം 5000 രൂപയാണ് വരുന്നത്. അത് ഡിവിഡൻറ്റും കാര്യങ്ങളൊക്കെ ഓരോ മാസം ലേലം താഴ്ന്നു പോകുന്നതനുസരിച്ച് നമുക്ക് അതിൽ നിന്ന് ഡിവിഡൻറ്റ് ഒക്കെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്കിപ്പോൾ 2 ലക്ഷത്തിന്റെ ജസ്റ്റ് ഒന്ന് കാര്യം ഞാൻ പറഞ്ഞുതരാം. മാസം 5000 രൂപ വെച്ചിട്ട് 40 മാസം അടയ്ക്കുന്ന 2 ലക്ഷത്തിന്റെ ചിട്ടി. ഈ ചിട്ടി KSFE എല്ലാ ശാഖകളിലും ഉള്ള ചിട്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിട്ടിയുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും അതേപോലെ തന്നെ ചിട്ടി ചേരാൻ താല്പര്യം ഉണ്ടെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വീടിനടുത്തുള്ള 1-2 ശാഖകൾ സന്ദർശിക്കുക. നിങ്ങൾക്ക് ചിട്ടിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ അറിയാണ്ടോ അല്ലെങ്കിൽ എന്തെല്ലാം സംശയങ്ങളുണ്ടോ അതെല്ലാം അവിടെ ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ ചിട്ടി ചേരുക. ഈ 2 ലക്ഷത്തിന്റെ ചിട്ടി എന്ന് പറയുന്നത് കാലാവധി വന്നിട്ട് 40 മാസമാണ്. അപ്പൊ 40 ആളുകളാണ് ഉണ്ടാകുക. ഇതിന്റെ മാസം അടവ് വരുന്നത് 5000 രൂപയാണ്. ഇതിന്റെ സ്ഥലം വന്നിട്ട് 2 ലക്ഷം രൂപയാണ്. ഈ ചിട്ടി 30% താഴ്ന്ന് മിനിമത്തിനാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 1,40,40,000 രൂപയാണ്. മാക്സിമം ഈ ചിട്ടിയിൽ 1,90,000 രൂപ വരെ നിങ്ങൾക്ക് ലഭിക്കുന്നു. അപ്പോൾ ഈ ചിട്ടി 30% താഴ്ന്ന് മിനിമത്തിന് വിളിക്കുന്ന സമയത്ത് 1,40,40,000 രൂപയും മാക്സിമം ഈ ചിട്ടിയിൽ 1,90,000 രൂപ വരെ നിങ്ങൾക്ക് ലഭിക്കുന്നു. 30% താഴ്ന്ന് മിനിമത്തിനാണ് ഈ ചിട്ടി പോകുന്നത്. സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് നിങ്ങൾക്ക് അടയ്ക്കേണ്ടി വരിക 3,750 രൂപയാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ചിട്ടി 30% താഴ്ന്ന് മിനിമത്തിന് പോകുകയാണെങ്കിൽ മാത്രമാണ് 3,750 വരുന്നത്. അതേസമയത്ത് ഈ ചിട്ടി വിളിയാകുന്ന സമയത്ത് 3,750 എന്നുള്ളത് 4,000 രൂപ വരും. അതേപോലെ തന്നെ 4,500 വരും. അങ്ങനെ 5,000 രൂപ വരെ ഈ ചിട്ടി നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരും. ഈ ചിട്ടിയിൽ പിന്നെ ഒരു ഘട്ടം ഘട്ടമായിട്ട്, അതായത് ഇപ്പോൾ ഒരു ചിട്ടി ചേരുന്ന സമയത്ത് നമ്മൾ ആദ്യം വിളിക്കുന്ന സമയത്ത് കുറേ ആളുകളുണ്ട് ചിട്ടി പിടിക്കാൻ. അപ്പോൾ KSFE നിബന്ധനകൾക്ക് വിധേയമായി ഇപ്പോൾ സാധാ ചിട്ടികളിലൊക്കെ 30% വരെ താഴ്ത്തി വിളിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ നിർബന്ധമില്ല, 30% താഴ്ത്തി വിളിക്കാൻ നിർബന്ധമില്ല. ഓരോരുത്തരുടെ സാമ്പത്തിക ആവശ്യവുമായി ബന്ധപ്പെട്ടാണ് ചിട്ടി പിടിക്കേണ്ടത്. കാരണം ഈ 30% താഴ്ത്തി പിടിക്കുന്ന എമർജൻസി ഫണ്ട് വേണ്ട ആളുകളായിരിക്കും ഈ 30% താഴ്ന്ന് പിടിക്കാൻ ഉണ്ടാകുക. അങ്ങനെ നമുക്ക് എമർജൻസി ഫണ്ട് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2 ലക്ഷത്തിന്റെ ചിട്ടി പറഞ്ഞല്ലോ 1,90,000 രൂപ വരെ
നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ 1,90,000 രൂപ വരെ ലഭിക്കുമ്പോൾ ഏകദേശം ഒരു 25 അല്ലെങ്കിൽ 30 മാസമൊക്കെ കഴിയേണ്ടി വരും. കാരണം അത്രയും മാസം വരെ ചിലപ്പോൾ ആളുകൾ വിളിക്കാനുണ്ടാവും. മിനിമത്തിന് വിളിക്കാൻ ആളില്ലാതാകുന്ന സമയത്ത് ഈ 2 ലക്ഷത്തിൻ്റെ ചിട്ടി പറയുമ്പോൾ 1,50,000 രൂപ, 1,60,000 അല്ലെങ്കിൽ 1,70,000 അങ്ങനെയൊക്കെ നമുക്ക് ലഭിക്കും. അത് ഓരോ മാസവും ലേലമുണ്ട്. ആ ലേലം വിളിക്കുന്നതനുസരിച്ചാണ് നമുക്ക് ചിട്ടി പിടിക്കാൻ കഴിയുക. കാരണം ലേലത്തിൽ ഈ ചിട്ടിയിലെ അംഗങ്ങളൊക്കെ പങ്കെടുക്കാനുണ്ടാവും. അപ്പോൾ ആരാണോ താഴ്ത്തി പിടിക്കുന്നത് അതിനനുസരിച്ചാണ് ചിട്ടി ലഭിക്കുന്നത്. 30% ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ നറുക്കിട്ടിട്ടായിരിക്കും അവർക്ക് ചിട്ടി ലഭിക്കുക. കാരണം ഒരു മാസം ഒരാൾക്കാണ് ചിട്ടി ലഭിക്കുക. പിന്നെ 40 മാസമുള്ള 40 ആളുകളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ നിന്നും അത്യാവശ്യക്കാരായിരിക്കും ആദ്യത്തെ മാസങ്ങളിൽ ഉണ്ടാകുക. ഓരോ മാസം കഴിയും തോറും അത്യാവശ്യക്കാരുടെ എണ്ണം കുറയുള്ളൂ, നമുക്ക് കൂടുതൽ സംഖ്യ കിട്ടാനും സാധ്യതയുണ്ട്. അതാണ് ഈ 2 ലക്ഷത്തിൻ്റെ ചിട്ടികൾ. അപ്പോൾ ഇത്രയാണ് ഈ ചിട്ടിയെക്കുറിച്ച് പറയാനുള്ളത്. ഒരു ബേസിക് ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരിക എന്നുള്ളതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. കാരണം എപ്പോഴും നമ്മളൊരു റിസർവ് ചിട്ടിയായിട്ട് ചേരാൻ പറ്റുന്ന ഒരു ചിട്ടിയാണ് ഈ 2 ലക്ഷത്തിൻ്റെ ചിട്ടി. ഞാൻ എപ്പോഴും ഒരു റിസർവായിട്ട് വെക്കുന്ന ഒരു ചിട്ടിയാണ് 2 ലക്ഷം. കാരണം നമ്മൾക്ക് ക്യാഷ് എപ്പോഴാണ് അത്യാവശ്യം വരുന്നത് എന്ന് പറയാൻ കഴിയില്ല. കാരണം അങ്ങനെ വരുന്ന ഘട്ടങ്ങളിൽ നമുക്ക് എമർജൻസി ഫണ്ട് ആവശ്യമില്ലെങ്കിലും ഇങ്ങനെയുള്ള ചിട്ടി ചേർന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് ചിട്ടി വിളിച്ചെടുക്കുകയും നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുകയും ചെയ്യും. പിന്നെ രണ്ടാമത് വരുന്നത് പറഞ്ഞപ്പോൾ ഗോൾഡിനൊക്കെ നല്ല റേറ്റാണ്. ഈ 2 ലക്ഷത്തിൻ്റെ ചിട്ടിക്കൊക്കെ ഇപ്പോൾ ജാമ്യം വെക്കുകയാണെങ്കിൽ ഒരു പവനൊക്കെ വെക്കുകയാണെങ്കിൽ ഏകദേശം 1 ലക്ഷത്തിൻ്റെ അടുത്ത് സെക്യൂരിറ്റി ആയിട്ട് സ്വീകരിക്കാം. അപ്പോൾ 2 ലക്ഷത്തിൻ്റെ ചിട്ടി പറയുമ്പോൾ ഏകദേശം ഒരു 2 പവൻ്റെ അടുത്തൊക്കെ സെക്യൂരിറ്റി വെച്ചാൽ തന്നെ നമുക്ക് ഈ ചിട്ടി വിളിച്ചെടുത്ത് നമുക്ക് ജാമ്യം കൊടുത്ത് എടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഗോൾഡ് വെക്കുന്നതിൻ്റെ ഗുണം ചോദിച്ചാൽ പലിശയില്ല. പിന്നെ നമ്മൾ ചിട്ടിയുടെ കാലാവധി കഴിയുന്ന സമയത്ത് നമ്മൾ വെച്ചിട്ടുള്ള സെക്യൂരിറ്റിയായി വെച്ചിട്ടുള്ള ഗോൾഡ് നമുക്ക് തിരിച്ചെടുക്കുകയും ചെയ്യാം. അതാണ് അതിൻ്റെ ഗുണം. കാരണം നമ്മൾ ഗോൾഡും മറ്റുള്ളവരെ കൊണ്ട് പണയം വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പലിശ അടയ്ക്കേണ്ടി വരും. ഇതാകുമ്പോൾ ചിട്ടിയാകുമ്പോൾ സെക്യൂരിറ്റി ആയിട്ടാണ് വെക്കുന്നത്. അതുകൊണ്ട് ഒരു പലിശ ഉണ്ടായില്ല. നമുക്ക് ചിട്ടി കഴിയുന്ന സമയത്ത് ആ ഗോൾഡ് തിരിച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതാണ് ഈ ഒരു 2 ലക്ഷത്തിൻ്റെ സാധാരണക്കാരുടെ ചിട്ടിയുടെ ഒരു ബേസിക് കാര്യം എന്ന് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ.